ഗാസയിലെ റഫ അതിർത്തിയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടി നിർത്തിവെക്കാൻ ഉത്തരവ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടേതാണ് നടപടി. ഗാസയിൽ സഹായം എത്തിക്കാൻ റഫ അതിർത്തി തുറക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം കോടതി നിർദ്ദേശം ഇസ്രയേൽ തള്ളി. വിവരങ്ങളുമായി ശ്രുതി പ്രകാശ് ചേരുന്നു. ശ്രുതി, സൈനിക നടപടി നിർത്തിവെക്കാൻ ആവശ്യമുയർന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ? നിരന്തരമായി ലോകരാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നതായിരുന്നു റാഫ അതിർത്തിയിലെ ഇസ്രായേൽ ആക്രമണം നിർത്തിവെക്കണമെന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ സുപ്രധാനമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന് തിരിച്ചടി എന്ന് തന്നെ പറയാം. അതായത് റാഫ അതിർത്തിയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടി എത്രയും വേഗം നിർത്തിവെക്കണമെന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് അതായത് ദക്ഷിണാഫ്രിക്കയുടെ ഹർജിയാണ് കോടതി പരിഗണിക്കുമ്പോഴാണ് ഇങ്ങനൊരു സുപ്രധാനമായ വിധി ഉണ്ടായിരിക്കുന്നത്. 13 ജഡ്ജിമാരാണ് ഈ വിധിയെ അനുകൂലിച്ചത്. അങ്ങനെ ഇസ്രയേലിന് ഒരു തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, പലസ്തീൻ ജനതയെ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു നടപടിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ ബന്ദികളെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോടതി നിരീക്ഷിക്കുകയുണ്ടായി. 8 ലക്ഷത്തിലേറെ ആളുകളാണ് ഇതുവരെ റാഫ അതിർത്തിയിൽ നിന്നും പലായനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇത് പലസ്തീൻ ജനതയെ അപകടത്തിലേക്ക് വിടുന്ന, രൂക്ഷമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. അതുപോലെ തന്നെ റാഫ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാനും, അതായത് എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കാൻ ഈ റാഫ അതിർത്തി എത്രയും വേഗം തുറന്നു കൊടുക്കാനും നിർദ്ദേശമുണ്ട്. അഭയാർത്ഥികൾ അതായത് പലായനം ചെയ്യുന്ന അഭയാർത്ഥികളുടെ എണ്ണം ഇനി കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ഹമാസിനോടും ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. നിരുപാധികം ബന്ദികളെ എത്രയും വേഗം വിട്ടയക്കണമെന്നും ഹമാസിനോടും കോടതി ആവശ്യപ്പെടുന്നുണ്ട്. ഗാസയിൽ എവിടെയും പ്രവേശിച്ച് എല്ലാ തരത്തിലുള്ള അന്വേഷണം നടത്താനും ഇസ്രയേൽ അനുവദിക്കണമെന്നും ഇസ്രയേലിനോട് കോടതി ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റാഫയിൽ എല്ലാ സൈനിക നടപടിയും നിർത്തലാക്കണം. റാഫ അതിർത്തി തുറന്ന് ഗാസയിലേക്ക് ഏത് തരത്തിലുള്ള സഹായം എത്തിക്കാനും വൈകരുതെന്നും കോടതി ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കുറച്ച് സമയം മാത്രമാണ് കോടതി ഇസ്രയേലിന് നൽകിയിരിക്കുന്നത്. എത്രയും വേഗം എല്ലാ റിപ്പോർട്ടും സമർപ്പിക്കാനും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വംശഹത്യ ആരോപണം അന്വേഷിക്കാൻ ഇസ്രയേൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കുകയും അതിനുള്ള സമിതിയെ രൂപീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 1 മാസമാണ് ഇവർക്ക് സമയം കൊടുത്തിരിക്കുന്നത്. ഈ 1 മാസത്തിനകം കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെയാണെന്നും കോടതിയെ അറിയിക്കാനും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കോടതി വിധിയെ തള്ളുകയാണ് ഇസ്രായേൽ ഉണ്ടായത്. ഈ ഗാസയിൽ ആക്രമണം നടത്തുന്നത് ഈ കോടതി വിധിയിലൂടെ പിൻവലിക്കാനാവില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു അടക്കം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് അടിയന്തര യോഗം ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ആ അടിയന്തര യോഗത്തിന് ശേഷം മാത്രമേ എന്ത് നടപടിയിലേക്കാണ് ഇസ്രായേൽ പോകുക, ഈ കോടതി വിധി അംഗീകരിക്കുമോ, മറ്റെന്തെങ്കിലും നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കോടതി വിധിയെ ഹമാസ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഗാസയിലുള്ള ആക്രമണം കൂടി നിർത്തലാക്കാൻ കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഹമാസ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ കാലങ്ങളായി നമുക്കറിയാം ഇസ്രയേലിൻ്റെ ആക്രമണം തുടരുന്ന ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസവും വലിയ രീതിയിലുള്ള ആക്രമണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. 62 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ ശക്തമായിട്ട് തന്നെ ഹമാസും തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇസ്രയേലിൻ്റെ ഒരു മേജറും അടക്കം 3 സൈനികരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഇതിൽ തുടർച്ചയായി വീണ്ടും ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് പേരാണ് ഇസ്രയേലിൻ്റെ ഭീഷണിയെ തുടർന്ന്, അല്ലെങ്കിൽ സൈനികർ ഭീഷണിപ്പെടുത്തുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടം വിട്ട് പോകണം എന്നുള്ള തരത്തിലുള്ള ആളുകൾ പലസ്തീൻ ജനതയോട് പറയുകയാണ്. അങ്ങനെ 8 ലക്ഷത്തോളം പേരാണ് ഇതുവരെ പലായനം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇത്തരം അവസ്ഥയിലേക്ക് ഇനി പോകരുത്, എത്രയും പെട്ടെന്ന് ഈ നടപടി നിർത്തലാക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു നാളെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിന് ശേഷം ഇനി എന്ത് നടപടിയിലേക്കാണ് പോവുക എന്ന് അറിയാൻ കഴിയും. ഫിജി. ശരി ശ്രുതി, ഗാസയിലെ റഫ അതിർത്തിയിലെ ഇസ്രായേലിന്റെ നടപടി നിർത്തിവെക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ്.